മറ്റേത് നമ്മൾ തോൽക്കുക. ഈ നോളജിൽ ആഡ് ചെയ്യുന്നിടത്ത് നമ്മൾ തോൽക്കുന്നതാണ് സ്കിപ്പ് ചെയ്യുക എന്ന് പറയുന്നത്. തോൽവികളുടെ എണ്ണം കുറഞ്ഞിട്ട് വിജയത്തിൻ്റെ എണ്ണം കൂടി വരും. അതായത് തുടർച്ചയായിട്ട് 7 ദിവസം ചെയ്യാൻ പറ്റുന്നു, 8 ദിവസം ചെയ്യാൻ പറ്റുന്നു, 10 ദിവസം ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ ഈ തോൽവികളുടെ എണ്ണം കുറഞ്ഞ് വിജയത്തിൻ്റെ എണ്ണം കൂടി വരുമ്പം നിങ്ങളുടെ ലൈഫിൽ എന്തുണ്ടായി തുടങ്ങുന്നു? ഈ മെഡിറ്റേഷൻ കൊണ്ട് ഗുണങ്ങളുണ്ടായി. അന്നത്തെ കാലത്ത് തന്നെ മനുഷ്യനെ പരിവർത്തനപ്പെടുത്താൻ അതിൻ്റെ ഓരോ പ്രോസസ്സ് ഞാൻ കഴിഞ്ഞ ദിവസം അതുകൊണ്ട് ഞാനിത് പറഞ്ഞത് ഒന്നുകൂടെ എനിക്ക് ഉറപ്പിക്കാൻ വേണ്ടി എൻ്റെ അടുത്താണ് അമ്പലമുണ്ട്, ക്ഷേത്രമുണ്ട്, നരസിംഹസ്വാമി ക്ഷേത്രമുണ്ട്. വെളുപ്പിനെ പോയി 5 മണി മുതൽ 6 മണി വരെ അവിടെ നിന്ന് മുഴുവൻ നിർമ്മലി അതേതൊക്കെയാലും നല്ല ആളുണ്ടായാലും തിരുമേനി എന്നെ അവിടെ നിർത്തി മുഴുവൻ കാണാൻ അനുവദിച്ച് എന്നെ മാറ്റിയില്ല. ഞാൻ സെൻറ്ററിൽ തന്നെ ഇച്ചിരി ഒതുങ്ങി അവിടെ തന്നെ നിർത്തി. മറ്റേത് നമ്മൾ തോൽക്കുക. ഈ നോളജിൽ ആഡ് ചെയ്യുന്നിടത്ത് നമ്മൾ തോൽക്കുന്നതാണ് സ്കിപ്പ് ചെയ്യുക എന്ന് പറയുന്നത്. ഈ തോൽവികളുടെ എണ്ണം കുറഞ്ഞിട്ട് വിജയത്തിൻ്റെ എണ്ണം കൂടി വരും. അതായത് തുടർച്ചയായിട്ട് 7 ദിവസം ചെയ്യാൻ പറ്റുന്നു, 8 ദിവസം ചെയ്യാൻ പറ്റുന്നു, 10 ദിവസം ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ ഈ തോൽവികളുടെ എണ്ണം കുറഞ്ഞ് വിജയത്തിൻ്റെ എണ്ണം കൂടി വരുമ്പം നിങ്ങളുടെ ലൈഫിൽ എന്തുണ്ടായി തുടങ്ങുന്നു? ഈ മെഡിറ്റേഷൻ കൊണ്ട് ഗുണങ്ങളുണ്ടായി തുടങ്ങുന്നു. അപ്പം നിങ്ങൾ എന്തായി മാറുന്നു? വിജ്ഞാനി. അതാണ് വിസ്ഡം എന്ന് പറയുന്നത്. ആ മേഖലയിൽ നിങ്ങൾ വിജ്ഞാനം ഉണ്ടാകുന്നത് അവിടെയാണ്. അനുഭവം നിങ്ങൾക്ക് ലഭിക്കാൻ തുടങ്ങുന്നു. എന്ത് കാര്യത്തിലാണെങ്കിലും നിങ്ങൾ വെറും ഇൻഫർമേഷനെയാണ് വിജ്ഞാനത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. അതിനിങ്ങനെയാണ് പല ആവർത്തി നമ്മൾ ചെയ്യേണ്ട വരുമായിരിക്കാം. പക്ഷേ ഈ ഒരു ഇൻഫർമേഷൻ ഇല്ല എങ്കിൽ നിങ്ങളെ നയിക്കാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്നുമില്ല. എപ്പോഴും ഇതാണെങ്കിൽ കൂടെ ഞാനിപ്പോൾ പറയുമ്പം നിങ്ങളിത് കേൾക്കുന്നവർ ചെയ്യേണ്ടത് ഒരു ജീവിത പരിവർത്തനം ബുക്ക് എന്ന് പറഞ്ഞിട്ട് 200 പേജിൻ്റെ ബുക്ക് വാങ്ങിച്ച് വെച്ചിട്ട് ഇത് നിങ്ങൾ കുറിക്കുക. ഞാൻ ഈ പറഞ്ഞ ഇൻഫർമേഷനെ കുറിച്ച് വെക്കുക. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ലഭിച്ചു അത് നിങ്ങളുടെ ജീവിതത്തിൽ നോളജിലേക്ക് ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് പലതവണ ചിലപ്പോൾ തോറ്റു പോകുമായിരിക്കും. വിടരുത്, വീണ്ടും പിടിച്ചോണം. പിടിച്ച് അതുകൊണ്ട് ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കണം. ഇപ്പം ഞാൻ ട്രെയിനിങ്ങിന് പോയി പല കാര്യങ്ങൾ കേട്ടു. ഞാൻ അതുകൊണ്ട് എന്തുണ്ടായി എൻ്റെ ജീവിതത്തിൽ പരിവർത്തനം വരുത്തി. അതുകൂടാതെ ഞാൻ അതുകൊണ്ട് നേട്ടങ്ങളുണ്ടാക്കി. അതുകൊണ്ട് ഇൻകം ഉണ്ടാക്കുന്നുണ്ട്, ഫീസ് കിട്ടുന്നുണ്ട്, അനേക ആളുകളുടെ ജീവിതത്തെ പരിവർത്തനപ്പെടുത്തുക മാത്രമല്ല ഉണ്ടാകുന്നത്. അപ്പം അതും കൂടെ വരുമ്പോൾ ഞാൻ എന്തായി മാറി? ശരിക്കും വിവേകിയായി മാറുന്ന അങ്ങനെയാണ്. നമ്മുടെ ജീവിതത്തിൽ ആ അറിവിനെ നമുക്ക് നേട്ടങ്ങൾ കൂടി ഉണ്ടാക്കുന്ന തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് വരുമ്പോഴാണ് ആ വിവേകം എന്ന തലത്തിലെത്തുന്നത്. അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഡിസൈനിങ്ങിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അതെല്ലാവർക്കും ഗുണപ്രദമാകട്ടെ. അതെ. അപ്പോൾ അതിൽ സാറ് കുറേ ബുക്കുകൾ വെച്ചിരുന്നു. യെസ്. അപ്പം അതിൽ വെച്ചാണ് ഞാൻ ഡോക്ടർ ബ്രയാൻ എൽവിസിൻ്റെ നിരവധി ജന്മങ്ങൾ അനവധി ഗുരുക്കന്മാരെന്ന് പറയുന്നത്. കാര്യം നമ്മൾ പല മതങ്ങളും ആത്മാക്കളെക്കുറിച്ച് പറയുന്നുണ്ട്, മുജ്ജന്മങ്ങളെക്കുറിച്ചും പുനർജന്മങ്ങളെക്കുറിച്ചും ചില മതങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. പക്ഷേ ആ ബുക്ക് സാറ് കുറച്ച് സെലക്റ്റീവായിട്ടുള്ള ബുക്കുകൾ വയ്ക്കും. ഈ ബുക്ക് അപ്പോൾ പറഞ്ഞ് വൈസാറെ അതിലേതെങ്കിലും എടുത്തുകൊണ്ട് ബുക്ക് വായിക്കാൻ. പക്ഷേ അത് ഭയങ്കരമായിട്ട് എൻ്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ ഒരു കാര്യമാണ്. എന്തുകൊണ്ട് അങ്ങനെ ഒരു ബുക്ക്? കാര്യം ആത്മാവുണ്ടെന്നോ ഒരു പുനർജന്മോ മുജ്ജന്മോ ഉണ്ടെന്നുള്ളത് ശരിക്കും ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ അതൊരു അന്ധവിശ്വാസമാണ്. പക്ഷേ സാർ ഇത്രയും ശാസ്ത്രീയമായിട്ട് മൈൻഡിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ക്ലാസ്സിൽ ഇങ്ങനെ ഒരു പുസ്തകം ആ വെച്ചതിൻ്റെ അത് എന്തായിരുന്നു? ഇങ്ങനത്തെ കുറച്ച് സെലക്റ്റഡ് ബുക്കുകൾ വെക്കാനുള്ള പ്രചോദനം എന്തായിരുന്നു? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതാണ് ചിരിച്ചത് ഇടയ്ക്ക്. ഇന്നത്തെ പ്രദീപ് ആ ബുക്ക് വെക്കില്ല. അന്നത്തെ എൻ്റെ അറിവില്ലായ്മയാണ് ആ ബുക്ക് അവിടെ വെച്ചത്. കാരണം പറയാം, മനസ്സിനെ പാകപ്പെടുത്താൻ വരുന്നവരുടെ അടുക്കലേക്ക് ഇതെടുത്ത് വെച്ചാൽ അവർ സ്പിരിച്വാലിറ്റിയിൽ ആകൃഷ്ടരായി പോകും. കാരണം ഇവരും പഴയ ആത്മാക്കൾ തന്നെയാണ്. അവർക്ക് അത് കാണുമ്പോൾ സോളിൻ്റെ വിശപ്പ് അതാ. അല്ലാതെ മനസ്സിനെ അന്നേരം വിടും, സോളിന് പുറകെ പോകും. പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സ് കറക്റ്റ് ചെയ്യാതെ സോളിനെ കറക്റ്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അപ്പം ഞാൻ ഇപ്പം അങ്ങനത്തെ ബുക്കുകൾ ഒരു കാരണവശാലും വായിക്കത്തില്ല. ഓഷോയുടെ ബുക്ക് പോലും ഞാൻ ഇപ്പം ഈ പഠിപ്പിക്കുന്ന കോഴ്സിൽ 90 ദിവസത്തേക്ക് നിങ്ങൾ തുടരുതെന്നെ ഞാൻ പറയാറുള്ളൂ. കാരണം സ്പിരിച്വാലിറ്റിയിലേക്ക് കടക്കാൻ പാകപ്പെടാതെ കടന്നിട്ട് കാര്യമില്ല. ഇപ്പം ചേട്ടനെ സംബന്ധിച്ചിടത്തോളം സോള് പഴയ സോളാണ്, അനുഭവങ്ങളുള്ള സോളാണ്. അതുകൊണ്ട് അത് ഉൾക്കൊള്ളാനും അതിനെ മനസ്സിലാക്കാനും പറ്റും. പക്ഷേ ചിലപ്പം ചൈൽഡ് സോളോ, ഇൻഫൻറ്റ് സോളോ, അല്ലെന്നുണ്ടെങ്കിൽ യങ് സോളോ, അങ്ങനെയുള്ള സോളുകൾ വന്നിട്ട് ഈ ബുക്ക് എടുത്തു കഴിഞ്ഞാൽ അവരാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ചേട്ടനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമല്ലായിരുന്നു. കാരണം 80-20 എന്ന് പറയുന്നത് അങ്ങനെയാണ്. 80% പരിവർത്തനത്തിലേക്ക് കടക്കാനൊന്നും ആയിട്ടില്ലാത്ത സോളുകൾ താഴെ കിടന്ന്. അത് ചൈൽഡും യങ്ങുവാ, അല്ല ഇൻഫൻറ്റും ചൈൽഡുവാ. ഇതിൻ്റെ മേളിലോട്ട് വരുന്ന 5 തലം സോളുകളേ ഉള്ളൂ പരിവർത്തനത്തിലുള്ള. അത് 20% ഉള്ളൂ. അതിൽ പെടുന്നതായതുകൊണ്ട് താങ്കൾക്കതിനെ ഗുണപ്രദമാക്കാൻ പറ്റി. പക്ഷേ മൈൻഡിൻ്റെ ക്ലാസ്സിൽ വരുന്ന 80% ആളുകളും മറ്റതിലായിരിക്കും കൂടുതൽ. പോട്ടെ 20% എത്തിയെന്ന് വരുള്ളൂ. അപ്പോൾ അവരെയാണ് നമ്മൾ ഇൻസ്പിറേഷണൽ ബുക്കുകളും
മോട്ടിവേഷണൽ ബുക്കുകളും സജസ്റ്റ് ചെയ്യുന്നുള്ളൂ ഇപ്പം ഞാൻ. പക്ഷേ ഇതിലൊരു രസകരമായൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ഈ ബുക്ക് വായിച്ചു, അതിൻ്റെ അടുത്ത ഭാഗമൊക്കെ വായിച്ചു. അപ്പോൾ പുരാണങ്ങളെക്കുറിച്ച് വാഗ്ദോരണി നടത്തുന്ന, നല്ല അക്കാഡമിക്കലി നല്ല ഇതിലുള്ള പുനർജന്മങ്ങളെക്കുറിച്ചും മുജ്ജന്മങ്ങളെക്കുറിച്ചും പറയുന്ന ഒരാൾക്ക് ഈ ഡോക്ടർ ബ്രയാൻ എൽവിസിൻ്റെ ബുക്ക് ഞാൻ വായിക്കാൻ കൊടുത്തു. ഞാനോർത്ത് ഇദ്ദേഹത്തിന് ഇത് പ്രചോദനമായിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്ത പ്രഭാഷണങ്ങളിൽ ഇതൊരു കാര്യം, ഇത് ശാസ്ത്രീയമായൊരു പഠനം, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അദ്ദേഹം പറയുന്നുണ്ട്, ഇത് നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല, എൻ്റെ അനുഭവങ്ങളാണ് എഴുതുന്നത്. പക്ഷേ ഇദ്ദേഹം ഈ വ്യക്തി പറഞ്ഞത് കേട്ട് ഇത് എന്തെന്നാണ് ഇതുമ്മേ എഴുതി വെച്ചിരിക്കണമെന്ന്. അപ്പോൾ ഇപ്പോൾ സാറിൻ്റെ ക്ലാസ്സിൽ വന്നപ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരും വിശ്വസിക്കുന്ന വിശ്വാസധാര, അത് സാറ് ഖുർആൻ കോട്ട് ചെയ്യുന്നുണ്ട്, ബൈബിൾ കോട്ട് ചെയ്യുന്നുണ്ട്, വേദങ്ങൾ കോട്ട് ചെയ്യുന്നത്, സോ ബിയറ്റ്, ആമേൻ, തദാസ്തു എല്ലാം എനിക്ക് ഒരു കണക്ഷൻ വന്ന അതാണ്. ഇതിനൊക്കെ ശാസ്ത്രീയമായിട്ടൊരു കാരണങ്ങൾ സാറ് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ ആ തലത്തിലേക്ക് പല ആൾക്കാരും എത്തിയിട്ടില്ല. ഇത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് സാറ് ശാസ്ത്രീയമായിട്ട്, അത് വ്യത്യസ്ത മതവിഭാഗങ്ങളിലുള്ളവരുണ്ട്, കാര്യം ഓരോരുത്തരും അവരുടെ മതമാണ് ശരിയെന്ന് പറഞ്ഞാണ് ജീവിക്കുന്നത്. ഇത് എങ്ങനെ സാറിന് ഇങ്ങനത്തെ ഒരു ട്രാക്കിലേക്ക് ക്ലാസ് കൊണ്ടുവരാൻ പറ്റി? ട്രാക്കിലേക്ക് ക്ലാസ് കൊണ്ടുവരാൻ പറ്റിയതിൻ്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ, അതിൽ ജിതേന്ദ്ര ആദി സാർ ഈ ഒരു ട്രാക്കിൽ ആദ്യമേ സെറ്റ് ചെയ്തു. കാരണം അദ്ദേഹത്തിന് ഇൻസൈറ്റ് എവിടുന്നോ കിട്ടിയിട്ടാണ് അത് അങ്ങനെ തന്നെ അദ്ദേഹം ചെയ്തത്. അല്ല വെറും ശാസ്ത്രീയമായി മാത്രമല്ല അദ്ദേഹം ചെയ്തത്, അതിൻ്റെ അകത്ത് ഈ പറയുന്ന എല്ലാ മതങ്ങളുടെ അന്തസത്ത അതിൻ്റെ അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അത് അതേപോലെ തന്നെ ജെൻ സാറ് എടുത്തുകൊണ്ട് വന്നതും എനിക്ക് തന്നതും അങ്ങനെ തന്നെ. ഇപ്പം എൻ്റെ ഇതിലേക്ക് കിട്ടിയപ്പം ഞാൻ അതിനെ എങ്ങനെ കുറച്ചുകൂടെ ലളിതമാക്കി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവിടെ പറയുമ്പോൾ ശകലൂടെ ഒരു ടഫ് ഒന്നും തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ എത്രയും ലളിതമാക്കാം, അത്രയും ലളിതമാക്കിയിട്ട് മനസ്സിലാക്കി കൊടുത്തു എന്നുള്ളൂ. സത്യത്തിൽ ഇത് തന്നെയാണ് സത്യം. ആചാര്യന്മാരെല്ലാം ഞാൻ അതിൻ്റെ ഒരു കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ട്, നിർമാല്യ ദർശനം എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് രാവിലെ തരുന്ന ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ് മെഡിറ്റേഷൻ സത്യത്തിൽ എന്താണ് ഞാൻ ശാസ്ത്രീയമായിട്ട് പറഞ്ഞ നിർമാല്യ ദർശനം. അപ്പം ആ നിർമാല്യ ദർശനം ഇന്നത്തെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി കണ്ടെത്തിയ ടെക്നിക്കാണ് ഈ പറയുന്ന പ്രീ ഗൈഡഡ് മൈൻഡ് റീകണ്ടീഷനിങ്. ആ മെഡിറ്റേഷൻ മലയാളീകരിച്ചാണ് നിങ്ങൾക്ക് തന്നത്. അപ്പം അവർ കണ്ടെത്തിയതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ആചാര്യന്മാർ അതെങ്ങനെയാണ്, അതിൽ നമ്മൾ ഹെഡ്ഫോൺ വെച്ചിരുന്നൊക്കെ കേട്ട് വേണം. ഇതങ്ങനെയല്ല, അന്നത്തെ കാലത്ത് തന്നെ മനുഷ്യനെ പരിവർത്തനപ്പെടുത്താൻ അതിലെ ഓരോ പ്രോസസ്സ്. ഞാൻ കഴിഞ്ഞ ദിവസം അതുകൊണ്ട് ഞാനിത് പറഞ്ഞത് ഒന്നുകൂടെ എനിക്ക് ഉറപ്പിക്കാൻ വേണ്ടി എൻ്റെ അടുത്താണ് ഇതിൻ്റെ നമ്മുടെ ഒരു അയ്മനത്തെ അമ്പലമുണ്ട്, ക്ഷേത്രമുണ്ട്, നരസിംഹസ്വാമി ക്ഷേത്രമുണ്ട്. വെളുപ്പിനെ പോയി 5 മണി മുതൽ 6 മണി വരെ അവിടെ നിന്ന് മുഴുവൻ നിർമ്മാല്യം, അതേതൊക്കെയാലും നല്ല ആളുണ്ടല്ലോ തിരുമേനി എന്നെ അവിടെ നിർത്തി മുഴുവൻ കാണാൻ അനുവദിച്ച് എന്നെ മാറ്റിയില്ല. അവിടെ നിന്ന് ഞാൻ സെൻറ്ററിൽ തന്നെ ഇച്ചിരി ഒതുങ്ങി, അവിടെ നിന്നോളൂ കേട്ടോ എന്നോ, അവിടെ തന്നെ നിന്ന് മുഴുവൻ ഞാൻ ഒന്നുകൂടി ഒന്ന് കണ്ട് അത് ഉള്ളിലെടുത്ത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ചിത്തത്തെയാണ് അവിടെ ശുചീകരണം നടത്തുന്നത്. ആ ബിംബം തലേ ദിവസം നമ്മൾ എന്തെല്ലാം ചിന്തകളും മനസ്സിലെ മാലിന്യങ്ങളാണ്. ഈ മാലിന്യങ്ങളുമായിട്ട് നമ്മൾ കിടന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഈ ചിന്തകളുടെ സ്വപ്നങ്ങളുമായിട്ടാണ് വരുന്നത്. ഇതും പേറിക്കൊണ്ട് നമ്മൾ ജീവിതത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്തായി മാറുന്നു? വീണ്ടും വീണ്ടും നെഗറ്റീവിൻ്റെ പാതയിലേക്ക് പോകുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ശുചീകരിക്കാൻ ആചാര്യന്മാർ കണ്ടെത്തി ഏറ്റവും വലിയ നല്ലൊരു ഡിസൈനിങ് ആയിരുന്നു. ഇമേജ് വഴി ഇംപ്രസ് ചെയ്യുക. മനസ്സിനെ ഏറ്റവും സ്വാധീനിക്കുന്നത് എന്താണ്? ഇമേജസ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ക്ഷേത്രത്തിൽ നിർമാല്യം എന്താണ്? ആദ്യമേ തലേ ദിവസത്തെ മാലിന്യങ്ങളെല്ലാം എടുത്തു കളയുന്നത്. അപ്പം നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങൾ അതിലൂടെ ഇമേജിലൂടെ പുറത്തു പോകുന്നു. ആ ഭക്തിഭാവത്തോടു കൂടി അവിടെ നിന്ന് നമ്മളത് കാണുമ്പം അതിനെ ശുചീകരിക്കണം. അത് ആ ചിത്തത്തിലാണ് ശുചീകരണം നടക്കുന്നത്. എങ്കിലേ ഉള്ളൂ ആത്മാവിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ശ്വാസം വിടാൻ പറ്റുള്ളൂ. ആത്മാവ് ഞെരുങ്ങുവാണ്. ആ ശിലയിൽ അല്ലെങ്കിൽ ആ വിഗ്രഹത്തിൽ അതിനെ പല തവണയായിട്ട് എന്ത് ചെയ്യുന്നു? ശുചീകരണം നടത്തുന്നു. ഇത് മുഴുവൻ നിങ്ങളുടെ ഉള്ളിലാണ് നടക്കുക. ഇതിലൂടെ നിങ്ങളുടെ ഉള്ളിൽ പരിവർത്തനപ്പെടുക. ഇമേജിലൂടെ ഇംപ്രസ് ചെയ്ത് ഇമോഷൻ ആൻഡ് ഫീലിംഗ് നടത്തി നിങ്ങളുടെ മെമ്മറിയിൽ അത് പതിയാണ്. അപ്പോൾ നിങ്ങൾ ആ ഭക്തിഭാവത്തിലൂടെ നിൽക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റീവിനെല്ലാം ധാരയിലൂടെ നിങ്ങളുടെ ചിത്തത്തിനെ ശുചീകരണം നടത്തി ഇതെല്ലാം കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ സോള് ബ്രൈറ്റായി തെളിഞ്ഞ് ആ സോളിൻ്റെ മേലിലോട്ട് നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ, അതാണല്ലോ പെർസോണ, മുഖംമൂടിയെ, അതെടുത്ത് അങ്ങോട്ട് വെക്കും. ശരിയാണ്? കൃത്യമായ വിശദീകരണം. അല്ല, ഞാൻ അതിന് ഈ പറഞ്ഞില്ല, ഞാൻ 2 ക്ഷേത്രങ്ങളിൽ കഴിഞ്ഞ 2 ദിവസങ്ങൾ ഈ ശനിയാഴ്ചയും കൂടെ പോയി. ഞാൻ ഒരു ശാസ്താവിൻ്റെ ക്ഷേത്രം ഉണ്ടായിരുന്നു. അപ്പം അതവിടെ എന്താണ് നടക്കുന്നത്? അവിടെയും പോയി ഇതേ തന്നെ പ്രോസസ്സാണ് നടക്കുന്നത്. അപ്പം അതാണെന്ന് എനിക്ക് ഒത്തൻറ്റിക്കായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ കറക്റ്റ് അനുഭവിച്ചിട്ട് വേണമല്ലോ. 1 മണിക്കൂർ നിന്ന് അവിടുത്തെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് എല്ലാവർക്കും ഇത് കൊടുക്കുകയും കൂടി ചെയ്യുമ്പോൾ ഇതെന്തിനാണ്? 5 ഇന്ദ്രിയങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. സ്മെല്ല്, അവിടെ ഗന്ധം, സ്വരം ചെവിയിൽ,
നാവിൽ നമ്മൾ ഉച്ചാരണം, പിന്നെ രുചിക്ക് വേണമല്ലോ, അതാണ് പ്രസാദം തരുന്നത്. പിന്നെ നമുക്ക് സ്പർശനം കിട്ടണം. നമ്മൾ ഈ ധ്യാനാത്മക ഭാവത്തിൽ നിൽക്കുമ്പോൾ അതിൽ നിന്ന് ഉണർത്താനാണ് ഈ തീർത്ഥം തളിക്കുന്നത്. ഇതെല്ലാം 5 ഇന്ദ്രിയങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് ദർശനം, കണ്ണിന് അത് മുഴുവൻ ദർശിച്ചുകൊണ്ടിരിക്കില്ലേ, പൂർത്തീകരിച്ച് വെച്ചിരിക്കുന്ന ഒരു വെൽ ഡിസൈൻഡ് എന്താ പറയുക മൈൻഡ് റീകണ്ടീഷൻ. ഇതിനെയൊക്കെ കല്ലിനെ പോയി അത് ചെയ്തിരിക്കല്ലേ ഇത് ചെയ്തിരിക്കില്ല എന്ന് പറഞ്ഞു കുറ്റം പറയുന്ന ധാരാളം. ഞാനും ഒക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഇല്ലെന്നൊന്നും അറിയില്ല, കാരണം അറിവില്ലായ്മയായിരുന്നു അതൊക്കെ. അറിവെന്ന് പറയുന്നത് ഇങ്ങനെ കൂടിക്കൊണ്ട് അറിയൽ എന്നാണ് ഓഷോയിന് പറയുന്നത്. അറിവെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങൾ അറിയലിലൂടെ നോയിങ്ങിലൂടെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കുക. നോളജിൽ നിൽക്കരുത്. നോളജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തീർന്ന്, നിങ്ങൾ അവിടെ നിൽക്കുക, നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിൽക്കുന്നത്, ഫുൾ സ്റ്റോപ്പാണ്. പക്ഷെ നോയിങ് എന്ന് പറയുമ്പോൾ അറിയലിലൂടെ. അതുകൊണ്ട് ഞാൻ ഒത്തിരി ഉളത്തരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ക്ലാസ്സിൽ ഞാൻ നിശിതമായിട്ട് ഈ പറയുന്ന ജ്യോതിഷവും അതും ഇതുമൊക്കെ പൊളിച്ചടുക്കി വലിച്ചു കീറിയാണ് ഞാൻ 2017 പഠിപ്പിച്ചത്. ഇന്ന് എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം അനുഭവങ്ങൾ എന്നെ വീണ്ടും കൂടുതൽ അടുത്ത തലത്തിലേക്ക് സ്റ്റേറ്റിലേക്ക് എത്തിച്ചു. അത് ചേട്ടൻ്റെ കുറേ വീഡിയോസിൽ കൂടെ കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര ഇമ്പ്രസ്ഡ് ആയി. എടാ ചേട്ടൻ എന്നെ പഠിപ്പിക്കാൻ എത്തിച്ചതാണോ എന്ന് പോലും ഞാൻ ചിന്തിച്ചു. ഞാൻ ചേട്ടനെ വിളിച്ചിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഞാൻ എല്ലാം കാണാറുണ്ടെന്ന് പറഞ്ഞിട്ട്. വളരെ നന്നായിട്ട് പോകുന്നു ചേട്ടാ. ഓക്കെ, താങ്ക് യു. അതിലൊരു കാര്യം എനിക്കത് സാറ് ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യം ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മൾ ഏത് നിലയിൽ നിന്നാലും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ്. ഓക്കെ, ബ്രഹ്മശ്രീ കൃഷ്ണൻ ഭ്രാന്തിരി തിരുമേനിയാണ് ഇത് എന്നിലേക്ക് എത്തിച്ചത്. പക്ഷേ ഇതിൻ്റെ ഇപ്പോൾ ഈ നിർമ്മാല്യ ദർശനം സാറ് പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ശാസ്ത്രീയതയിലേക്ക് ഞാൻ പോയി കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങിയെങ്കിൽ അതിൻ്റെ എന്താണ് എഴുത്തിനെഴുത്ത് നടന്നത് എനിക്ക് മൈൻഡോറ ക്ലാസ്സിൽ. അത് ഞാൻ പറഞ്ഞേ പറ്റുള്ളൂ. കാര്യം ഏതെങ്കിലും ഒരു ഘടകം, ദൈവം ഏതെങ്കിലും രൂപത്തിൽ ആരെങ്കിലും നമ്മുടെ മുമ്പിൽ എത്തിക്കും. അത് നമ്മളെ പരിവർത്തനപ്പെടുത്തിയിരിക്കും, ആരംഭം തുടങ്ങും. അതുകൂടാണ്ട് സാറ് പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ ഇതിൽ നിർത്തരുത്, നിങ്ങൾ ഇതിനെ സംബന്ധിച്ച് വേറെ ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനും പോകണം എന്ന് പറയുന്ന. സാധാരണ ഒരു ട്രെയിനേഴ്സ് അങ്ങനെ പറയില്ല. എൻ്റെ ക്ലാസ്സാണ് ആത്യന്തികം, ഇത് കിട്ടിയാൽ സർവ്വതും കിട്ടിയെന്ന് പറയുന്നിടത്ത് നിന്ന് എന്തുകൊണ്ട് സാർ അത്രയും ഇതായിട്ട് അവസാനം ഇത് ചെയ്തിട്ട് ആൾക്കാർ നിങ്ങൾക്ക് ഇതുപോലെ അറിവുകൾ കിട്ടുന്നിടത്ത് നിങ്ങൾ പോകണം, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ പോകണമെന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ ആ ഒരു ആത്മധൈര്യം എങ്ങനെ സാറിന് സാധിച്ചിരിക്കുന്നു? അത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ ഈ മൈൻഡിൻ്റെ മേഖലയെ മാത്രം ഫോക്കസ്ഡ് ആണ്. അപ്പം നിങ്ങൾക്ക് മൈൻഡ് മാത്രം അല്ലല്ലോ പ്രശ്നങ്ങളുള്ളത്. നിങ്ങൾക്ക് ചിലപ്പം ആത്മീയപരമായ പ്രശ്നങ്ങളുണ്ടാവാം, ബിസിനസ്സുപരമായ പ്രശ്നങ്ങളുണ്ടാവാം, വിദ്യാഭ്യാസപരമായ പ്രശ്നങ്ങളുണ്ടാവും. അപ്പം ഈ എല്ലാ മേഖലകളിലും എനിക്ക് ഫോക്കസ് ചെയ്യുന്നില്ല ഞാൻ. അപ്പം നിങ്ങൾ ഏത് മേഖലയിലാണെങ്കിലും ബാക്കിയുള്ള ആളുകളുടെ ഇതുപോലുള്ള അറിവുകൾ ആർജിക്കാൻ നിങ്ങൾ 5000 ബുക്കുകൾ വായിക്കേണ്ട, 1000 ബുക്കുകൾ വായിക്കേണ്ട, വേണ്ട. ഞാൻ ഏറ്റവും കുറച്ച് പറയാം, അതിൽ എത്ര തള്ളാണെന്ന് എല്ലാവരും പറഞ്ഞു പോയാൽ ഒരു 500 ബുക്ക് വായിക്കുന്നതിലും മേളിലുള്ള ഒരു നോളജ് ആയിരിക്കും. അത് പൈച്ചേട്ടൻ തന്നെ പറ, എൻ്റെ 2 ദിവസത്തെ ക്ലാസ് ഒരു 500 ബുക്ക് വായിച്ചതിനപ്പുറം അതിനെ കംപ്രസ് ചെയ്ത് തന്നതാണോ? അതുകൊണ്ട് ഈ ട്രെയിനിങ്ങിന് പോകാൻ പറയുന്നത് അതുകൊണ്ടാണ്. ഇത് ഞങ്ങളൊക്കെ വായിച്ച്, ഞങ്ങളൊക്കെ വേറെ വേറെ ക്ലാസ്സുകൾ പഠിച്ച് അവിടുന്ന് ഇവിടുന്ന് ആറ്റിക്കുറുക്കി എടുത്തുകൊണ്ട് വന്ന് കംപ്രസ് ചെയ്ത് ഇപ്പം അങ്ങോട്ട് തരും. അപ്പോൾ 15000 രൂപയുടെ ഒരു കോഴ്സ് പഠിച്ച സാധനത്തിനെ ആയിരിക്കും ഞങ്ങൾ വെറും ഒരു സ്ലൈഡിലായിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് തരുന്നത്. കാരണം അതിൻ്റെ അതാണ് കോറ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ക്ലാസ്സുകൾ എല്ലാവരും വേറെ പോയി ചേരുക എന്ന് പറയുന്നത്. പക്ഷേ ഈ പറയുന്ന സാറ് ഓഫ്ലൈൻ ക്ലാസ് നടത്തുന്നുമില്ല, ഓൺലൈൻ ഉണ്ട്. കാരണം എന്താ പറയുക, ഓഫ്ലൈൻ ക്ലാസിന്റെ അനുഭവം ഒന്ന് വേറൊന്നും അല്ല. വർഷത്തിൽ ഒരു 3 മെഡിറ്റേഷൻ ക്യാമ്പുകൾ നമ്മൾ പ്ലാൻ ചെയ്ത് നടത്തുന്നുണ്ട്. അത് ശരിയാണ്. എൻ്റെ ലൈവ് ക്ലാസ്സിന്റെ ഒരു വൈബ് ഓൺലൈനിൽ കൊടുക്കാൻ എനിക്ക് പറ്റത്തില്ല. കാരണം ഞാൻ ആ ചലിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ആ ചലനവും ആ ഊർജവും, രാവിലെ 9 തുടങ്ങി ചിലപ്പോൾ 11 മണി വരെയൊക്കെ ക്ലാസ്, നീണ്ട ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അത്രയും സമയം തീരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ പോലും ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഇവർക്ക് വിശപ്പുണ്ടാവുമൊന്നും ഇല്ലേ? എനിക്ക് പിന്നെ പോട്ടെ, ഞാനിത് പഠിപ്പിച്ചോണ്ടിരിക്കുന്നുണ്ട് അറിയും. പക്ഷെ അങ്ങനെ വന്ന് ഇരുന്ന് കേൾക്കാൻ ആളുകൾ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, തീർച്ചയായിട്ടും പൈച്ചേട്ടന്റെ നിർദ്ദേശത്തിനെ ഞാൻ മാനിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സാർ, കാര്യം എൻ്റെ 2 മക്കളും സാറിന്റെ ക്ലാസ്സിന് വന്നിട്ടുണ്ട്. ഞങ്ങൾ ഫാമിലി സഹിതം മെഡിറ്റേഷൻ ക്ലാസ്സിന് വന്നിട്ടുണ്ട്. ഉള്ള കാര്യം ഓപ്പണായിട്ട് പറയാം. അപ്പോൾ സാറിൻ്റെ ക്ലാസ്സുകളിൽ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, മനസ്സിൻ്റെ ചിന്തകൾ, നമ്മുടെ ചിന്തകൾ മാറ്റേണ്ട രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന രീതിയിൽ സാറ് ക്ലാസ് എടുക്കുന്നുണ്ട്. ഇത് അറിഞ്ഞെടുക്കുന്നതാണ്. എന്താണ് അതിനൊരു പ്രചോദനം? എന്താണ് കാര്യം? നമ്മുടെ ചിന്തകൾ നമ്മുടെ ഭാവിയെ സ്വാധീനിക്കുന്നു, നമ്മുടെ ഫലങ്ങളെ സ്വാധീനിക്കുന്നു എന്ന് ആ ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. സാർ അത് മനസ്സിലാക്കി തരുന്ന രീതിയിൽ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് പ്രചോദനം എന്താണ്? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഡോക്ടർ പി വിജയൻ സാറിൻ്റെ ക്ലാസ്സിലോട്ട് പോയ പ്രദീപായിട്ടല്ല ഒരു ദിവസത്തെ ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഉള്ള പ്രദീപ്. കാരണം ചിന്തകൾ അങ്ങനെ അല്ലായിരുന്നു.
അപ്പോൾ ഈ ചിന്തകളാണ് എന്നെ സ്വാധീനിച്ചതെന്നും എൻ്റെ എൻവയോൺമെൻറ്റ് എന്നെ സ്വാധീനിക്കുന്നത്, ചിന്തകളെ സ്വാധീനിക്കുന്നത് നമുക്ക് എങ്ങനെയാണെന്നും ചിന്തകളുടെ പ്രക്രിയയൊക്കെ എങ്ങനെയാണെന്നുള്ളത് നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞപ്പം ഇതിനെ ഒന്ന് മറികടക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് പഠിച്ച് അത് തന്നെയാണ് എൻ്റെ ലൈഫ് തന്നെയാണ് എക്സ്പീരിയൻസ് അതിൻ്റെ അകത്ത്. നമ്മൾ മുമ്പേ പറഞ്ഞതിൻ്റെ അകത്തൊരു ഭാഗം ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് ചേട്ടൻ പറഞ്ഞ് ഞാൻ അതിൽ നിന്ന് എവിടെയോട്ടോ സ്കിപ്പ് ചെയ്ത് നമ്മൾ പോയി. ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് എവരിത്തിങ് എന്ന് പറയാൻ ആറ്റിറ്റ്യൂഡ് ഈസ് എവരിത്തിങ് എന്ന് പറയുന്നതിനേക്കാളും ഉത്തമം എന്നാണ് ഞാൻ പറയുന്നത്. ആറ്റിറ്റ്യൂഡ് ഗ്രാറ്റിറ്റ്യൂഡായ എവരിത്തിങ്ങാ. അതിൻ്റെ കാരണം ഒരു ബോധത്തിൻ്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയാണല്ലോ. ബോധത്തിൻ്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയിലെത്തുമ്പോൾ ആ ബോധത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്താണ്? ആത്മീയതയുടെ എക്സ്ട്രീമിൽ എത്തുമ്പോൾ എന്താണ്? സംതൃപ്തി. ഓക്കെ. അതെപ്പോഴേ ഉണ്ടാവുള്ളൂ? കൃതജ്ഞത ഇല്ലാത്തവന് ഇവിടെ സംതൃപ്തി ഉണ്ടാകും. ശരിയാ പൈച്ചേട്ടാ. ഇത് ഞാൻ സ്പിരിച്വാലിറ്റിയിൽ ഇത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ഇത് ഉൾക്കൊള്ളാൻ പാടാണ്. പക്ഷെ അതിനെ നന്ദിയാക്കി, നന്ദിയും ഗ്രാറ്റിറ്റ്യൂഡും രണ്ടാണ് സാറ് പറഞ്ഞു. അതുകൊണ്ട് ഞാനും സാറിന്റെ ക്ലാസ്സിന് ശേഷം ഗ്രാറ്റിറ്റ്യൂഡ് എന്നാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കാരണം കൃതജ്ഞത എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിൽ ഭാവം വരണം, ഫീല് വരണം. നന്ദി വെറുതെ താങ്ക് യു ഈ സാധനത്തെ നിൽക്കും. അത് താൽക്കാലികമായിട്ടുള്ളതാണ്. അതേസമയം കൃതജ്ഞത എന്ന് പറയുന്നത് നമ്മൾ ജനിച്ചു വീണ സമയം മുതലുള്ള, ഞാനത് പറയാറുണ്ട്, എൻ്റെ ക്ലാസ്സിലെ ഒരു പോർഷനാണ്. നിങ്ങളൊരു കുഞ്ഞായിട്ട് ഈ ഭൂമിയിലോട്ട് ജനിക്കുമ്പോൾ ആദ്യത്തെ റേഡിയേഷൻസ് കിട്ടുന്ന ഗ്രഹങ്ങളുടെയാണ് നമ്മുടെ ഗ്രഹനില എന്ന് പോലും പറയും. അന്നേരം നിന്ന ഗ്രഹങ്ങളെന്നില്ല എന്ന് പറയുന്നത്. പക്ഷെ ഇങ്ങോട്ട് നിങ്ങൾ എടുത്തതാരും അമ്മയല്ല എടുത്തത്, അപ്പനല്ല എടുത്തത്. ഏതോ ഒരു ഡോക്ടർ, ഏതോ ഒരു നേഴ്സ്, അവർക്ക് പോലും നിങ്ങൾ ജന്മം കൊണ്ട് കടവാ. കാരണം ഇതുവരെ അവരെക്കുറിച്ചൊന്നും സ്മരണ നിങ്ങളുടെ ഉള്ളിൽ കൃതജ്ഞത വന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അവിടെ മുതൽ കടവല്ലേ. അപ്പോൾ കൃതജ്ഞതയ്ക്ക് നമുക്ക് ഇനി വല്ലയിടത്തോടത്തും പോകണോ? നമ്മളിരുന്ന് നമ്മുടെ ജന്മം മുതൽ ഇങ്ങോട്ടേക്ക് ഓരോന്നോരോന്ന് എടുത്തു നോക്കിയാൽ എന്നാ ഇല്ലാത്തത് പൈച്ചേട്ടാ നമുക്ക് കൃതജ്ഞതയ്ക്ക്. കഴിക്കുന്ന ഭക്ഷണം, അതൊക്കെ സാറ് പറഞ്ഞു തന്ന എല്ലാത്തിനും നമുക്ക് കൃഷിക്കാരിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ആ കൃതജ്ഞതാ ഭാവത്തിലെത്തുമ്പോൾ താങ്ക് യു അറിയാതെ വരികയല്ല, നമ്മളിൽ നിന്ന് വരാൻ തുടങ്ങും. അറിയാതെ നമ്മുടെ കൈ കൂപ്പും, നമസ്കരിച്ചു പോകും. കാരണം ആ ഉള്ളിലെ ആത്മാവിനെ, നമ്മുടെ ഉള്ളിലെ ആത്മാവ് തിരിച്ചറിഞ്ഞ് നമസ്കരിക്കുന്ന ആ ഒരു ഭാവത്തിലെത്തും. അല്ലാതെ വെറുതെ താങ്ക് യു പറയുന്നത് കൊണ്ട് കാര്യമില്ല. അതാണ് ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് എവരിത്തിങ് എന്ന് ഞാൻ പറയാൻ കാരണം. പിന്നെ സാറ് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് അൺകണ്ടീഷണൽ ലവ്. ഈ ഗ്രാറ്റിറ്റ്യൂഡിലെത്തിയാൽ നമ്മൾ അൺകണ്ടീഷണൽ ലവ് ആയി. അതാണ് ഞാൻ പറഞ്ഞത്. ഗ്രാറ്റിറ്റ്യൂഡിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അൺകണ്ടീഷണൽ ലവിൽ തന്നെയായി നമ്മൾ. മറ്റേത് നമ്മൾ ദാനം കൊടുക്കുകയാണ്, ചാരിറ്റി ചെയ്യുക എന്ന് പറയുന്നത്. ചാരിറ്റി, ഞാൻ അവിടെ ചാരിറ്റി ചെയ്തിട്ടുണ്ട്, ഇവിടെ ചാരിറ്റി, അതൊക്കെ ഈഗോയുടെ ഭാഗമല്ലേ? അതെ, തീർച്ചയായിട്ടും. ഗ്രാറ്റിറ്റ്യൂഡ് ഫീലോടുകൂടി അത് ചെയ്യുകയാണെങ്കിൽ, ദൈവമേ എനിക്ക് ഇവർക്ക് ഇത് ചെയ്തു കൊടുക്കാനായിട്ടുള്ളൊരു അവസരം കിട്ടിയതിനാണ് നമ്മൾ അവിടെ നന്ദി പറയേണ്ടത്. ഇപ്പം ഞാൻ ചെയ്യാറുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ചില സംഘടനയിലൊക്കെ നമ്മൾ ചെന്നിട്ട് ചെയ്യുമ്പം അവിടുത്തെ ഒരു വ്യക്തിയായിരിക്കും അത് നയിക്കുന്നത്. ഇപ്പം കോട്ടയത്താണ് തോമസ് ചേട്ടനെ എടുക്കാം നമുക്ക്, നവജീവൻ എന്ന് പറയുന്ന സംഘടന. അദ്ദേഹം ഇപ്പോഴും എല്ലാ മെഡിക്കൽ കോളേജിലെ നിരന്തരനായിട്ടുള്ളവർക്ക് എന്തും ഭക്ഷണം കൊടുക്കുന്നു, ഇതെല്ലാം ചെയ്യുന്നു, വീൽ ചെയർ. ഇപ്പം നമ്മൾ ഇതുവരെ അദ്ദേഹം ഈ 74-ാം വയസ്സിലും ഇത്രയും സജീവമായി നിന്ന് അത് ചെയ്യുമ്പോൾ ഒരു രോഗിയെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തി തുടങ്ങിയതാണ്ടാണത്. പിന്നെ കൂടുതൽ ഹിസ്റ്ററിക്കൽ എനിക്കറിയില്ല. ഇവർ നമ്മൾ കൊണ്ട് ചില കാശം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ട് തന്നെ ജോലി ചെയ്യാനായിട്ട് ഇരിക്കുകയാണോ അവിടെ? ഇല്ല. ഇവർക്ക് ഈ കാശ് ഇവർക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ ഇതിനെ ചെലവഴിക്കരുത്. തീർച്ചയായിട്ടും. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു 10-15 പൈസയല്ല, രൂപയല്ല, എന്തെങ്കിലും അവിടെ കൊടുക്കുമ്പോൾ ഇതിനെ അവർ വാങ്ങിയിട്ട് അവരുടെ പ്രവർത്തനം എന്ന് പറയുന്ന ആ ഒരു സാമൂഹ്യ പ്രവർത്തനം നമുക്ക് വേണ്ടി അവർ സേവനം ചെയ്യുകയാണ്. ശരിക്കും നമ്മളുടെ പണം വാങ്ങി നമുക്ക് വേണ്ടി അവർ സേവനം ചെയ്യുകയാണ്. അപ്പോൾ ആ വ്യക്തിയോട് നമുക്കെന്ത് കൃതജ്ഞത തോന്നുന്നുണ്ട്? ഇത് നമ്മളേതാണ്ട് വലിയ ചാരിറ്റി ചെയ്തെന്നാണ് പറയുന്നത്. ഞാൻ അവിടെ നവജീവന് ഞാൻ എല്ലാ മാസവും അങ്ങനെ കൊടുക്കാറുണ്ട് ഒരാളെയാ. പിന്നെ പുള്ളിക്ക് അങ്ങനെങ്കിലും നടന്നു പോട്ടാ. ഈ ഭാവത്തിലാണ് വരുന്നത്. സത്യത്തിൽ അവരൊക്കെ നമുക്ക് വേണ്ടിയിട്ട് നമ്മളുടെ കർമ്മഭാരങ്ങളെ കുറയ്ക്കാൻ പ്രവർത്തിക്കുന്നവർ. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു കൊടുത്താലും മതിയാവുക. അപ്പം കൃതജ്ഞതാഭാവം നമ്മൾ നോക്കണം. ഈ ചാരിറ്റി എന്ന് പറഞ്ഞ് ചുമ്മാ ദാനമായിട്ട് അതിനെ ഒരിക്കലും കാണരുത്. ദാനം കൊടുക്കാൻ നിങ്ങൾ ആരാ? നിങ്ങൾ എന്തിരിക്കുന്നതിന്?
പ്രപഞ്ചം തന്നതല്ലാത്ത എന്തെങ്കിലും. തീർച്ചയായിട്ടും. അതുകൊണ്ട് നിങ്ങളിൽ നിറഞ്ഞിരിക്കുന്നത് എന്താണോ അത് അറിവാണെ അറിവായിട്ട് കൊടുക്കുക, കഴിവാണെ കഴിവായിട്ട് കൊടുക്കുക, പണമാണെ പണമായിട്ട് കൊടുക്കുക, ആരോഗ്യമാണ് ഫിസിക്കലി പോയി ചെയ്തു കൊടുക്കുക. ആ നിറവിൽ നിന്നും പങ്കുവെക്കുക. അതാണ് ശരിക്കുമുള്ള കമ്പാഷൻ, കാരുണ്യം. അതാണ്, അങ്ങനെ ചെയ്യണം. അതല്ലേ എൻ്റെ മഹത്തരം, ഇല്ലേ? അതെ, തീർച്ചയായിട്ടും. അത് ഭയങ്കര പ്രചോദനമായിരുന്നു സാർ ആ ക്ലാസ്സുകളിലൊക്കെ പറയുന്നത്. ഇനി വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സാറിൻ്റെ മൂഡ് സ്വിങ് ആവും. സാറിൻ്റെ ക്ലാസ്സിൽ ഏറ്റവും എനിക്ക് ആകാംക്ഷ ഉയർത്തിയ ഒരു കാര്യമാണ് പാമ്പാടി രാജൻ. എൻ്റെ മോനെ എന്നെ മേടിക്കണമെന്ന് തന്നെ ഞാൻ പറഞ്ഞു. അതെ അതെ. പക്ഷെ പുള്ളി കൊടുക്കത്തില്ല. അല്ല, സാറിൻ്റെ ക്ലാസ് ഏത് ക്ലാസ്സിലും പാമ്പാടി രാജനെ വർണ്ണിക്കാണ്ടൊരു കാര്യം. എല്ലാവർക്കും എന്താണ് പ്രായഭേദമന്യേ എല്ലാവർക്കും ആകർഷണം തോന്നുന്ന ഒന്നാണ് ആന. സത്യം. അപ്പൊ സാറ് പറയാറുണ്ട് ഈ പാമ്പാടി രാജൻ അവന്റെ നടപ്പ്. അതിനുശേഷമാണ് ഞാൻ ആനയെ ശ്രദ്ധിച്ചു തുടങ്ങിയത്. അതെന്താണ് സാറ് എല്ലാ ക്ലാസ്സിലും പറയാതെ ഭയങ്കര വികാരഭരിതമായിട്ട് പറയും? അതായത് എനിക്ക് ആ ആനയുടെ ഇമേജ്, ആ ഇംപ്രഷൻ അവൻ എനിക്ക് തന്നിരിക്കുന്നത് എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഒക്കെ കാലത്ത് ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന പറമ്പിൽ തിരുനക്കര മെയിൻ ആനയെ കൊണ്ടുവന്ന് കെട്ടുമായിരുന്നു. അവിടെയായിരുന്നു കെട്ടുതറയായിട്ട്. അവിടെ ഞാൻ പറമ്പിലായിരുന്നു. അപ്പോൾ അന്ന് മുതലേ ഒരു പക്ഷേ ഈ ആനക്കഥകൾ കേട്ട് ഒരു ആന വീട്ടിൽ നിൽക്കുമ്പോൾ ഏതാണ്ടാണെന്നില്ല ആ ചെറുപ്പത്തിൽ കയറിയതായിരിക്കാം ഒരു പക്ഷേ. ഈ പാമ്പാടി രാജനെ കണ്ടപ്പോൾ അതുമായിട്ട് അങ്ങോട്ട് മാച്ചായി എൻ്റെ മനസ്സിൽ. ഇപ്പോൾ ഇവനെ ഞാൻ മേടിക്കും, എന്നാ വന്നാലും അതിനെ മേടിക്കണം. പക്ഷെ അവർ കൊടുക്കില്ല, എന്നാ വന്നാലും അവരുടെ കൊച്ചാത്. പക്ഷെ രസം എന്താണെന്ന് അറിയാം, സാറി വന്നിട്ട് ഈ പാമ്പാടി രാജനെ കൊണ്ട് കുറിച്ച് പോലിപ്പിക്കണത് പൂര ഇന്റർനാഷണൽ ഹോട്ടലിൽ തൃശ്ശൂരുകാരുടെ സ്വകാര്യ അഹങ്കാരമായ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ. അവിടെ ഈ കാര്യം പാമ്പാടി രാജൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആനകൾ, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് സാർ പാമ്പാടി രാജൻ എന്ന് പറയുന്നത്. പക്ഷെ അതിപ്പോഴും ആ ഒരു ആഗ്രഹമുണ്ട്, ആ ഒരു ആഗ്രഹം മനസ്സിലുണ്ട്. ഇല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പൊ അതിനൊരു ആഗ്രഹമായിട്ടല്ല, ഒരു തമാശ പോലെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ പാമ്പാടി രാജൻ സാർ പല കാര്യത്തിൽ ഈ റോൾ മോഡലുകളെയൊക്കെ വെക്കാൻ പറയാറുണ്ട്. ഈ പാമ്പാടി രാജൻ എന്ന് പറയുന്ന ആന ഒരു നിത്യയൗവനം എന്ന് പറഞ്ഞ രീതിയിൽ അത് സാറിന് എന്തെങ്കിലും ഒരു മോട്ടിവേഷനോ സെൽഫ് എന്തെങ്കിലും ഒരു പ്രചോദനം ഈ ഒരു ആന രൂപം സാറിനെ പ്രദാനം ചെയ്യുന്നുണ്ടോ? 100%. കാരണം ഒത്തിണങ്ങിയ, എല്ലാം കൊണ്ട് ഒത്തിണങ്ങിയ ഒരു നാട്ടാന എന്ന് വേണേൽ പറയാം. ഇപ്പം നമുക്ക് പുറത്തുനിന്ന് വരുന്ന ആനകളെ ആയിട്ടല്ല, ഒരു എല്ലാം കൊണ്ട് ഒത്തിണങ്ങിയ ഒരു നാട്ടാന. ആ ഒരു ഒത്തിണക്കത്തിനാണ് എല്ലാം. അത് തുമ്പിക്കൈ, കൊമ്പ്, എടുപ്പ്, അതിൻ്റെ കളറ്, ആ കളറൊക്കെ വേറെ ആർക്കും അങ്ങനെ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അവൻ്റെ പിന്നെ ശരീരത്തിൻ്റെ ആ ഒരു രൂപലാവണ്യം, ഉയരം, എല്ലാം കൊണ്ടും അവനൊരു ആന തന്നെയാണ്. ഞങ്ങളുടെ സ്വകാര്യ അഹങ്കാരമാന്ന് കാണാറുണ്ടോ? പിന്നെ എവിടെയെങ്കിലും വെച്ച് ചാൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവനുണ്ടെന്ന് പറഞ്ഞാൽ ഒന്ന് പോയി കണ്ടിട്ട് വരും. അതിന് മാറ്റമില്ല. അതിപ്പം ഇവിടെ ഇല്ല, പാമ്പാടിയിലില്ല. അവർ വേറെ സ്ഥലങ്ങളിലാണ്. തൃശ്ശൂർ ആരോ ആണ് അതിനെ ഇത് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ അമ്മ പറയുന്നതാണ്, അവന് വീട്ടിൽ വരാതെ അവൻ പോകത്തില്ല. അപ്പം അതിന് വഴക്കമുണ്ടാകുമ്പോൾ അടി മേടിക്കും പാപ്പാൻ്റെ നിന്ന്. അതുകൊണ്ട് കോട്ടയം പരിപാടികൾ കുറവേ എടുക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രദീപ് സാറുമായിട്ടുള്ള ചർച്ച അവസാനിക്കുന്നില്ല. കാര്യം കുറേയധികം കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. പക്ഷേ ആ ചോദിക്കുന്നത് അതിൻ്റേതായ വേദി ഒരുക്കിയിട്ട് ചോദിക്കാമെന്ന് പറഞ്ഞ് തൽക്കാലം ഈ എപ്പിസോഡിനോട് വിട പറയുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ശ്രീനിവാസ പൈ ചേട്ടൻ സത്യം പറഞ്ഞാൽ എന്നെ ഇതിൻ്റെ അകത്തോട്ട് വരണമെന്ന് പറയുമ്പം, രോഹിത് എന്നെ വിളിക്കുമ്പം എന്തും പറയണം ഇവിടെ വന്ന്. ചേട്ടാ ഞാൻ ഇതെന്ന് പറഞ്ഞ് എനിക്കൊരു പിടിയിൽ. എൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂ ആണിത് കേട്ടോ. ശരി, എൻ്റെ ശിഷ്യൻ എന്നെ ഇന്റർവ്യൂ എനിക്കത് ഭയങ്കര, എൻ്റെ ആദ്യത്തെ ഇന്റർവ്യൂ ആണ് ശരിക്കും പറഞ്ഞ ഈ ചാനലിലൊക്കെ ആദ്യത്തെ ഇന്റർവ്യൂ ആണ്. അതുകൊണ്ട് എന്നാ പറയാം, ഞാൻ പിന്നെ അതുകൊണ്ട് അന്നും അറിയാലോ, ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് വന്നാൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല. നേരെ വന്ന് ഇങ്ങോട്ട് കയറിയിരുന്നത് നമ്മളെന്താ ചോദ്യം തുടങ്ങി. അതുകൊണ്ട് ചിലതൊക്കെ വഴുതി പോയിട്ടുണ്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന്. വിഷയത്തിലേക്ക് ഞങ്ങൾ പ്രീ പ്ലാൻഡ് ആയിട്ട് എഴുതി വെച്ചൊന്നും അന്നേരം വന്നത് പറഞ്ഞു പോയതാണ്. നിങ്ങൾക്കത് ഒന്നും അലോസരമാകില്ല എന്ന് കരുതുന്നു. അലോസരമായെങ്കിൽ ക്ഷമിക്കുക. കാരണം ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ ചുമ്മാ ഞങ്ങൾ വർത്തമാനം പറയുന്ന പോലെ പറഞ്ഞതാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.